അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നു. പ്രാർത്ഥനയാണ് ആരാധന. അപ്പൊ പിന്നെ നിസ്കാരം തോമ്പും സക്കാത്തും ഹജ്ജും ഇതൊന്നും ആരാധനയല്ലയോ എന്നൊരു ചോദ്യം. അത് ഒക്കെ ആരാധനകളാണ്. പക്ഷേ അതിന്റെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടാകണമെങ്കിലേ ആരാധന ആവുകയുള്ളൂ, അല്ലെങ്കിൽ ആവൂല. അതാ മറുപടി. നമസ്കാരം ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ചെറുപ്പത്തിൽ നാം പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന ജീവൻ അതിൻ്റെ ഉള്ളിൽ വേണം. എങ്കിൽ മാത്രമേ നമസ്കാരം ഇബാദത്താകുകയുള്ളൂ. അതില്ലാതെ വന്നാൽ ഇബാദത്തല്ല. ആർക്കും ഇതിൽ എതിർപ്പുണ്ടാവില്ല. എന്താണ്, ആളുകളുടെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്നുപെട്ട ഒരു താരിഖു സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ചെന്നുപെട്ടപ്പോൾ എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ വെറുതെ കുത്തിയിരിക്കുക. അപ്പൊ ഇവരൊക്കെ എന്താണ് എന്നെ മനസ്സിലാക്കുക, എന്നെ കൊണ്ട് എന്തൊക്കെ പറയാ എന്ന് ആലോചിച്ചിട്ട് വെറുതെ കൂട്ടത്തിൽ നമസ്കരിച്ചു എങ്കിൽ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന നമസ്കാരം ഇബാദത്തല്ല. എന്താ കാരണം? അവിടെ പ്രാർത്ഥന ഇല്ല. പിന്നെ ഒരു കാര്യം നമസ്കാരം ഉണ്ട്. ഇത് എന്റെ നാട്ടിൽ വിളയങ്കോട്ടും പരിസരങ്ങളിലും ഒക്കെ ഇന്ന് ചിലയിടത്തൊക്കെ ഉള്ളതായി അറിയുന്നു. വിവരക്കേടിന്റെ കാലത്ത് ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. അള്ളാഹു പൂർത്തു വരട്ടെ. എന്താണെന്നറിയോ, ഖുത്ബിയ്യത്ത് പേരായ ഒരു റാത്തീബുണ്ട്. 1000 പ്രാവശ്യം മുഹദ്ദിസ് ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് ആ റാത്തീബിലെ പ്രധാന ഭാഗം. ആ റാത്തീബ് തുടങ്ങുന്നതിന്റെ മുമ്പ് 12 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നു. ആ നമസ്കാരത്തിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അവർകളെ, ഞങ്ങളിതാ ഈ ഖുത്ബിയ്യത്ത് തുടങ്ങാൻ പോകുന്നു. ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാക്കണമേ. ഇത് നേർച്ചയാക്കിയ ഈ വീട്ടുകാരന്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ. ഞങ്ങളുടെയും മുറാദ് ഹാസിലാക്കി തരണേ. ഞങ്ങൾക്ക് നല്ല സംഖ്യ കൈമടക്ക് തരാൻ അയാളുടെ മനസ്സിൽ തോന്നിപ്പിക്കണേ. ഇതാ പോയി കാര്യം. അതുകൊണ്ട് ആ നമസ്കാരം സാധാരണ ഫാത്തിഹ ഓതി, പിന്നെ സൂറത്തുൽ കാഫിറൂൻ ഓതി, 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതി വളരെ വളരെ ഖുശൂഅോടുകൂടി അടങ്ങി ഒതുങ്ങി കേട്ടോ, സാധാരണ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടുന്നതായ ഖുശൂഅ് വളരെ ഭംഗിയായിട്ട് ആണ് ചെയ്യുന്നത്. പക്ഷേ മർമ്മം ഇതാണ്. ഇത് മുഹദ്ദിസുമായിട്ടുള്ള അടുപ്പവും പൊരുത്തവും ആഗ്രഹിക്കലാണ് അവിടെ. തകർന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രാർത്ഥന ആരാധനയുടെ മധ്യയാകുന്നു. ഈ 2ാമത്തെ ഹദീസ് കൂടി ഇത് പഠിച്ചാൽ മതി, കാര്യം ഭംഗിയായി. അപ്പോൾ പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യവും ആരാധനയാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളാത്ത വിധത്തിൽ ഒരു കാര്യവും ആരാധനയാവൂല. നേരം പോയിട്ട് ഉറവാകുന്നത് വരെ ഒരു ഉച്ച വെള്ളം കുടിക്കാതെ യാതൊരു സാധനവും തിന്നാതെ ഒരാള് പൂർണ്ണമായ പട്ടിണി കഴിച്ചു കൂട്ടി. അതിന് നോമ്പെന്ന് പറയോ? എന്താ അവിടെ പ്രാർത്ഥനയില്ല. കിട്ടാതിരുന്നത് കൊണ്ട് കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥന കാര്യത്തിന്റെ കഴമ്പ് അതാണ്. നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. എന്തിന്? ജമാഅത്തിൽ പങ്കെടുക്കാൻ. അതെന്തിന്? അള്ളാഹുവിന്റെ പൊരുത്തവും പരലോകമോക്ഷവും ലഭിക്കാൻ. അപ്പൊ പ്രാർത്ഥനയായല്ലോ. ആ നിലയിൽ പള്ളിയിലേക്ക് പോയാൽ എന്താണ് അത്? ആ പോക്ക് ഇബാദത്ത്, നടത്തം ഇബാദത്താണ്. കാലടികളുടെ എണ്ണം നോക്കിയിട്ട് പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വന്നത്? ഇതിൽ പ്രാർത്ഥന ഉള്ളതാണ്. ഈ നടത്തത്തിൽ പ്രാർത്ഥനയുണ്ട്. വീട്ടിൽ നിന്നും കടയിൽ നിന്നും ഓഫീസിൽ നിന്നും മൈതാനത്തു നിന്നും ഒക്കെ ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന ആ പോക്ക് മേൽ പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ആകുമ്പോൾ അത് ഇബാദത്താണ്. അതൊന്നും ഇല്ലാത്ത നിലയിൽ എല്ലാവരും പോലും ആ കൂട്ടത്തിലും വെറുതെ ആണ് പോകുന്നു എന്ന് വരികയാണെങ്കിൽ അത് അവിടെ പോക്ക് തന്നെ. ഇനി ഒന്നുകൂടി കേട്ടോളി. അമ്പലത്തിലേക്കും ജാറത്തിലേക്കും ദർഗകളിലേക്കും കനീസയിലേക്കുമൊക്കെ പോകുന്നുണ്ടല്ലോ മനുഷ്യർ. അവിടെയുണ്ട് പ്രാർത്ഥന. ജാറത്തിലേക്ക് പോകുമ്പോൾ ആ ജാറത്തിൽ മറപെട്ട് കിടക്കുന്ന നേർച്ചക്കാരുടെ, ആ ഷെയ്ഖിന്റെ, ആ ഔലിയായുടെ പൊരുത്തവും അടുപ്പവും ആഗ്രഹിച്ചിട്ട് ആ പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ആ നടത്തം തന്നെ ശിർക്കിന്റെ ഭാഗത്താണ്. അവിടെ പോയി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പിന്നെ പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഈ പ്രാർത്ഥനയോടുകൂടിയുള്ള പോക്കാണ് തെറ്റ്.
ഇസ്ലാമിൽ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച്, അള്ളാഹുവിന്റെ റസൂൽ കർശനമായി കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച്, അള്ളാഹുവിന്റെ റസൂലിനും അധികാരം കൈവന്നപ്പോൾ ആദ്യമായി ചെയ്തിട്ടുള്ള ആ ചര്യ അനുസരിച്ച് ജാറം തരിപ്പണമാക്കാനാണ് ഉദ്ദേശിച്ചു പോകുന്നതെങ്കിലോ അപ്പൊ ശിർക്കില്ല, നേരെ മറിച്ചാണ്. ജാറം പൊളിക്കാനാ പോകുന്നത്. എന്നാൽ വലിയ മഹത്തായ ഭാഗത്താണത്. അവിടെ പ്രാർത്ഥന വന്നു. നേർച്ച വിടാൻ വേണ്ടി പോയാലോ നേരെ മറിച്ചു. ഇങ്ങനെ നല്ലവണ്ണം വിഷയം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ചില ഉദാഹരണങ്ങൾ. നമ്മൾ ആട്ടിനെയും കോഴിയെയും അറുക്കലുണ്ടല്ലോ പല വിധത്തിൽ. അതിൽ 2 ഉണ്ട്, അല്ല 3 ഉണ്ട്. എന്താണ്? ഹജ്ജിന്റെ വിഭാഗത്തുകളിൽ ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇബാദത്താണ്, അള്ളാഹുവിന്റെ ഇബാദത്താണ്. പിന്നെ നമുക്ക് തിന്നാൻ വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അറുക്കുന്നുണ്ടല്ലോ, അവിടെ മേൽപ്പറഞ്ഞ പ്രാർത്ഥന ഇല്ല. അത് അള്ളാഹു അനുവദിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അവിടെ പ്രാർത്ഥന വരുന്നില്ല. അതുകൊണ്ട് ആ അറിവ് ഒരു ഹലാലായ കാര്യമാണ്. പിന്നെ ബദരീങ്ങളുടെയും മുഹിദ്ദീൻ ഷേഖിന്റെയും ഒക്കെ പേരിൽ അർഹുന്നുണ്ടല്ലോ, അവിടെ അവരോടുള്ള പ്രാർത്ഥന വരുന്നു. അതുകൊണ്ട് അത് ശിർക്കിന്റെ ഭാഗത്താണ്. ഈ 3 സന്ദർഭത്തിലും ചെയ്യുന്ന പണി ഒന്നാ കേട്ടോ. ആദ്യത്തേത് അള്ളാഹുവിന്റെ ഇബാദത്ത്, രണ്ടാമത്തേത് വെറും ഹലാലായ ഒരു കാര്യം, മൂന്നാമത്തേത് ശിർക്കിന്റെ ഇബാദത്ത്. ഇതൊക്കെ ഇങ്ങനെ വേർതിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരു തത്വം വളരെ പ്രധാനപ്പെട്ടതാണത് കേട്ടോ. എന്താണ് ഈ നേർച്ചയാടിനെ പറ്റിയുള്ള അറിവുകൾ? നേർച്ചയാടും ഇന്നിപ്പോ ഒരു ആരാധ്യ വസ്തുവായി മാറിയിരിക്കണം. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറി നിറഞ്ഞ ഒരു ബസ്സിലേക്ക് ഒരു സൂത്രശാലി ഒരു നേർച്ചയാടിനെ പിടിച്ചു കയറ്റി. അപ്പോൾ ആ ബസ്സിലിരിക്കുന്ന യാത്രക്കാരെല്ലാവരും വയസ്സന്മാരും ക്ഷീണിച്ച പെണ്ണുങ്ങളും രോഗികളും ഉൾപ്പെടെ എല്ലാവരും എണീച്ചു നിന്ന് യാത്ര ചെയ്തു. ഈ ആട്ടിനോടുള്ള ആദരവിന്റെ പേരിൽ കുറെ ദൂരം പോയി ആട്ടിനെ പിടിച്ചിറക്കിയപ്പോൾ പിന്നെയും യാത്ര ചെയ്തു. നോക്ക സഹോദരന്മാരെ, നമ്മുടെ സമുദായം പോയിട്ട് എന്താ നിവൃത്തി? എന്റെ മഹലിൽ തിരൂർക്കാട്ട് ഒരു നേർച്ചയാട് നടന്നിരുന്നു. അതിന്റെ കഴുത്തിൽ ഒരു സഞ്ചി കെട്ടിത്തൂക്കിയിരുന്നു. ആളുകൾ നേർച്ചപ്പണം ആ സഞ്ചിയിലിടും. അത് നിറയുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കുറച്ച് കിങ്കരന്മാർ. ആ ആട്ടിന്റെ കഴുത്തിൽ നിന്ന് ആ സഞ്ചി അതിലെ കയറ് പൊട്ടിച്ചിട്ട് ഒരു ചങ്ങാതി, ഒരു മുവഹിദായ മനുഷ്യൻ അടുപ്പിൽക്കാൻ വിട്ടു. എന്നിട്ട് അവിടെയുള്ള കൗമ് മുസ്ലിമായി ജീവിക്കാൻ ഒരുക്കമില്ല, കാഫിറാണെന്നുള്ളത് സമ്മതിക്കുകയില്ല. അങ്ങനത്തെ കൂട്ടർ അവനെ കൊല്ലാൻ വളഞ്ഞുകൂടി. എന്താ വിശേഷം? ഈ സമുദായം എവിടെ നിൽക്കുന്നു? ഇത്ര വലിയ ദുരവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഈ സംഗതി കണ്ടറിഞ്ഞിട്ട് മൗനം ദീക്ഷിച്ചെടുക്കാൻ നിവൃത്തിയുണ്ടോ ഈമാനുള്ളവർക്ക്? എന്നിട്ട് ആ പാവം അവിടുന്ന് ഓടിപ്പോയി പെരിന്തൽമണ്ണ ലോഡ്ജിൽ റൂമെടുത്ത് ഒളിച്ചു താമസിച്ചു. ഞാൻ അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല. വിവരം പറഞ്ഞ് അവിടെ ചെന്ന് അവിടുത്തെ SI എന്റെ പരിചയക്കാരനായിരുന്നു. അയാൾ കുറച്ച് അറിവും വിശ്വാസവും ഉള്ളവനായിരുന്നു. അയാളുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ആളുകളെ വിളിച്ചുകൂട്ടി നല്ല വർത്താനം പറഞ്ഞിട്ട് ആ തീ ഊരിക്കെടുത്തി. നമ്മുടെ സമുദായം എവിടെ എത്തിയിരിക്കുന്നു? ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു എന്ന് പറയുന്നത് നേരെ കളവാവൂലേ? ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അതായത് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അശ്ഹദു. അപ്പൊ അത് വിപരീത അർത്ഥം പറയേണ്ടി വരും, ഞാൻ നിഷേധിക്കുന്നു എന്ന്. അശ്ഹദു എന്ന വാക്കിന് വിപരീത അർത്ഥം. പണ്ഡിതകാരിമാരെ, ഞാൻ വളരെയധികം വ്യസനിക്കുന്നു, നിങ്ങളും വ്യസനിക്കുക. നമ്മളെ സമുദായം ഇങ്ങനെ ആയിപ്പോയല്ലോ പടച്ചതമ്പുരാനെ. എന്നാൽ ഇബാദത്ത്, ആരാധന,
അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. ആ ഹദീസ് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാണ്ട്, അതിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടും. എനിക്ക് ആശ്വാസം ലഭിച്ചു അത് മനസ്സിലായപ്പോ. നമ്മൾ ചെയ്യുന്ന നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ പ്രാർത്ഥന ഒഴിവായത് നിമിത്തം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന വിധത്തിൽ ചെയ്താൽ അതൊരു ഇബാദത്തായി പരിഗണിക്കുകയും മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാ എന്നെ പോലെ ചില ആളുകൾ താടി നീട്ടിയിരിക്കുന്നു. ഇതില് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കലുണ്ടോ? അപ്പൊ പ്രാർത്ഥനയായി. പരലോകത്ത് മഹ്ശറിൽ ഹാജരാകുമ്പോൾ മരണസമയത്ത് ഏത് കോലത്തിലാണോ ആ കോലത്തിൽ അവിടെ ഹാജരാക്കും എന്ന് വന്നിട്ടുണ്ട് സ്വഹീഹായ ഹദീസിൽ. അപ്പൊ എനിക്ക് താടിയോടുകൂടി അവിടെ ഹാജരാകണം. അള്ളാഹുവിന് മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാകുമ്പോൾ എനിക്ക് താടി വേണം. അള്ളാഹുവിന്റെ റസൂലുമായി അവിടെ കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ എനിക്ക് താടി വേണം. ഈ തരത്തിലുള്ള പാരസ്പരിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുമാണ് താടി നീട്ടിയതെങ്കിൽ അത് ഇബാദത്തിന്റെ താടിയാണ്. ആളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലോ പോക്ക് തന്നെ. ഇതുകൊണ്ട് അവിടെ പ്രാർത്ഥന ഇല്ല. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വലിയ ദൂത താടിയൊക്കെ ആയിട്ട് നടക്കുമ്പോ ഉള്ള ഒരു പരിഗണന നിങ്ങളുടെ ഇടയിൽ എനിക്കുള്ളത് താടി പഠിച്ചാൽ അത് നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് നിലനിർത്തുന്നതെങ്കിൽ പോക്ക് തന്നെ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. എന്റെ നാട്ടില് കുട്ടികൾക്ക് ആസ്തമ ഉണ്ടായാൽ കാഞ്ചനമറ്റത്തെ ഫരീദ് ഔലിയാക്ക് തലമുടി തീർച്ചയാക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. 6 മാസം 1 കൊല്ലം തലമുടി കാഞ്ചനമറ്റത്തെ ഔലിയാക്ക് ഫരീദ് ഔലിയ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പൊന്ന് ഈ കൊച്ചിന്നപ്പുറം ആലപ്പുഴന്റെ ഇടയിലായിട്ട് കുറച്ച് കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ടാണ് കാഞ്ഞിരമറ്റം. എനിക്ക് ചെറുപ്പത്തിൽ ആസ്തമയുണ്ടായിട്ട് എന്റെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. എനിക്കന്ന് നല്ല വകതിരിവ് ബോധമൊന്നും ആയിട്ടില്ല. ആ നിലയിൽ താടി നിർത്തി തലമുടി നിർത്തിയിട്ട് അവധിയെത്തുമ്പോൾ ചില ആചാരങ്ങളോടുകൂടെ തലമുടി പഠിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ മുടി നിർത്തൽ ആർക്കാ ഇബാദത്ത്? കണക്ക് തന്നെ. അങ്ങനെ ഒരു വക. ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും ഒഴിവാകുമ്പോൾ നമസ്കാരത്തിൽ നിന്ന് സലാം പറഞ്ഞ് ഒഴിവാകുന്നത് പോലെ ഒരു തലമുടി പഠിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട്. ആ തലമുടി പഠിപ്പിക്കുന്നതിൽ സാധാരണ മുടി പഠിപ്പിക്കും പോലെ അല്ല. അതിന് അവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഈ ഹജ്ജ് അല്ലെങ്കിൽ ഈ ഉംറ അള്ളാഹു കബൂലാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഇബാദത്ത് അള്ളാഹുവിന്. പിന്നെ സാധാരണ നിലച്ചത് നമ്മളെ ചങ്ങായിമാര് മുടി നീട്ടിയിരിക്കുന്നു. അതെന്താണ്? സൗകര്യം അങ്ങനെയാണ് ഇത്ര, അഥവാ സൗന്ദര്യമാണ് ഇത്ര. അത്ര ഉദ്ദേശിച്ചിട്ടുള്ള ആ നിലയിലുള്ള മുടി നിർത്തൽ ഹലാലായ ഒരു മുടി നിർത്തലാണ്. ഇത് വേർതിരിഞ്ഞ് നല്ലവണ്ണം മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ കുളിക്കലുണ്ടല്ലോ. കുളിയിലുണ്ട് ഇങ്ങനെ 3 വിധം. എന്താണ്? റാഹത്തിന് വേണ്ടി, ചൂട് ഒഴിവാക്കാൻ വേണ്ടി, ചേറും ചളിയൊക്കെ കഴുകി കളയാൻ വേണ്ടിയുള്ള കുളി. അത് ഹലാലായ ഒരു കുളിയാണ്, ഒരു തർക്കവുമില്ല, വേണമെങ്കിൽ ചെയ്തോളി. എന്നാൽ ജനാബത്ത് കുളിക്കലോ അത് ഈ അശുദ്ധി ഒഴിവാകണം, എന്നിട്ട് വേണം എനിക്ക് നമസ്കരിക്കാൻ, നമസ്കാരം സമയം തെറ്റാൻ പാടുള്ളതുമല്ല എന്നുള്ളത് കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ പ്രാർത്ഥന വന്നു. അതുകൊണ്ട് അത് ഇബാദത്താണ്. പിന്നെ അമ്പലക്കൊല്ലങ്ങളിലും യമുന, ഗംഗ നദികളിലുമൊക്കെ കുളിക്കുന്നുണ്ടത്രേ. ആ അവരുടെ ദേവന്മാരോടുള്ള അടുപ്പത്തിന് വേണ്ടി. അത് നിയ്യത്ത് അങ്ങനെ മാറിയതുകൊണ്ട് അത് ശിർക്കിന്റെ ഇബാദത്തുമാണ്. വേർതിരിച്ച് മനസ്സിലായിപ്പോലെ. അങ്ങനെ നമ്മളുടെ കാര്യങ്ങളിലൊക്കെയും അതുപോലെ യാദർശികമായിട്ട് പെണ്ണിനെ കണ്ടു. വളരെ സൗന്ദര്യത്തിലുള്ള, ആഭരണം കൊണ്ടും വസ്ത്രം കൊണ്ടും ഒക്കെ വളരെ വളരെ ഭംഗിയായി ചമഞ്ഞ ഒരു പെണ്ണിനെ കണ്ടു. ആ
മനഃപൂർവമല്ലാത്ത കാഴ്ചക്ക് കുറ്റമില്ല.